വയനാട് ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദുരിതബാധിതരെ സഹായിക്കുന്നതിൽ രാഷ്ട്രീയം നോക്കാറില്ല. 2219 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടു. ഇതിൽ 530 കോടി രൂപ സഹായം നൽകിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് തുടർന്നുള്ള സഹായം നൽകുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ശക്തമായൊരു മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, രാജ്യസഭയിൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ മറുപടി നൽകുകയാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അതിൽ രാജ്യം കൈവരിച്ചിട്ടുള്ള പുരോഗതികൾ സംബന്ധിച്ചും അമിത്ഷാ വ്യക്തമാക്കിയത്. അതോടൊപ്പമാണ് വയനാട് ദുരന്ത സമയത്ത് കേന്ദ്രം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അദ്ദേഹം ആ കാര്യങ്ങൾ എടുത്തു പറയാൻ തന്നെ കാരണം പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ദുരന്ത സമയത്ത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആരോപണങ്ങൾ നടത്തിയിരുന്നു. അതിന് കൃത്യമായ മറുപടി എത്ര രൂപ നൽകിയെന്ന കണക്കുകൾക്കപ്പുറത്തേക്ക് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ദുരന്തമുണ്ടായ ഉടൻ തന്നെ എന്തെല്ലാം സാധ്യമായ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതിലെല്ലാം ഇടപെട്ടുകൊണ്ട് സാധ്യമായ എല്ലാ സഹായവും വയനാട് ദുരന്ത സമയത്ത് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കാണാറില്ല. അത് NDA ഭരിക്കുന്ന സർക്കാരാണോ, കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി ഭരിക്കുന്ന സർക്കാരാണോ എന്ന് നോക്കിയല്ല സംസ്ഥാനങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടാറുള്ളത്. കേരളത്തിലെയും ലഡാക്കിലെയും ജനങ്ങൾ ഇന്ത്യയിലേതാണ്. അത്തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന കൺസെപ്റ്റോട് കൂടിയാണ് ദുരന്തമുഖത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്താറുള്ളത് എന്ന വ്യക്തമായ മറുപടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയിട്ടുള്ളത്. ഒപ്പം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ദുരന്തം നടന്ന ഉടൻ തന്നെ NDRFിൽ നിന്ന് അടിയന്തരമായി 215 കോടി രൂപ സഹായം നൽകി. കൂടാതെ മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 135 കോടി രൂപ നൽകിയിട്ടുണ്ട്. അതിനുശേഷം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് 2219 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ്. 530 കോടി രൂപ ഇതിനോടകം തന്നെ സഹായം നൽകിയിട്ടുണ്ട്. തുടർന്നുള്ള സഹായം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, അത് പാലിച്ചുകൊണ്ട് തുടർന്നുള്ള സഹായവും നൽകും എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ ദുരന്തമുഖത്ത് രാഷ്ട്രീയമില്ല എന്നും വയനാട് ദുരന്ത സമയത്ത് രാഷ്ട്രീയമോ മറ്റൊരു കാര്യവും നോക്കാതെ സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ടെന്നും കേരളം മുതൽ ലഡാക്ക് വരെ മുഴുവൻ ജനതയും ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന ആശയത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. ജിഷ്ണു, ഒപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏതൊരു കാര്യത്തെയും കേന്ദ്രത്തിനെയാണ് പഴിചാരുന്നത്. ഒരുപക്ഷെ വയനാട്ടിലെ ഈ ഒരു സാഹചര്യത്തെ പോലും കേരള സർക്കാർ രാഷ്ട്രീയപരമായി മുതലെടുത്തുകൊണ്ട് കേന്ദ്രത്തെ വളരെ വലിയ രീതിയിൽ കുറ്റം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ അമിത്ഷാ നടത്തിയ ഈ ഒരു മറുപടി അത് സർക്കാരിന് കിട്ടുന്ന ഒരു വലിയൊരു തിരിച്ചടി തന്നെയല്ലേ? ഒരുപക്ഷെ സർക്കാരും കോൺഗ്രസും നടത്തിയ വ്യാജ പ്രചരണങ്ങൾക്കുള്ള കനത്ത തിരിച്ചടി കൂടിയാവുകയല്ലേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒരു മറുപടി? വിഷ്ണു, തീർച്ചയായും വയനാട് ദുരന്തം സംബന്ധിച്ച് പ്രത്യേകിച്ച് കേന്ദ്രം സഹായം നൽകുന്നില്ല എന്നുള്ളതും പുനരധിവാസ പ്രവർത്തനങ്ങൾ പോലും കാര്യക്ഷമമായി നടത്താതെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ പഴി നേരെ കേന്ദ്ര സർക്കാരിന് മുകളിലേക്ക് കൊണ്ടുവയ്ക്കുന്ന പ്രതികരണങ്ങളായിരുന്നു സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും നടത്തിയിരുന്നത്. എന്നാൽ അന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇക്കാര്യം വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് വളരെ വ്യക്തമായ മറുപടി ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകി എന്നുള്ളതാണ്. ദുരന്തം ഉണ്ടായ ആ സമയത്ത് തന്നെ നൽകാൻ സാധിക്കുന്ന ഏറ്റവും അടിയന്തരമായ സഹായം 215 കോടി രൂപ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് NDRFിൽ നിന്ന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. 135 കോടി രൂപ വീണ്ടും നൽകി. അത്തരത്തിൽ ധനസഹായം സാധ്യമായ രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തുനിന്നും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും സഹായം നൽകി. അത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല. അത് UPയിലെ ജനങ്ങളാണെങ്കിലും ഗുജറാത്തിലെ ജനങ്ങളാണെങ്കിലും ലഡാക്കിലെ ജനങ്ങളാണെങ്കിലും കേരളത്തിലെ ജനങ്ങളാണെങ്കിലും കേന്ദ്ര സർക്കാരിന് ഒന്നുപോലെയാണ് എന്ന കൃത്യമായ വാചകമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ദുരന്ത മേഖലയിൽ രാഷ്ട്രീയം നോക്കാതെ സഹായം ചെയ്തു എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോൾ ദുരന്തത്തിന് ശേഷം നടത്തേണ്ട പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ച വരുത്തിക്കൊണ്ട് ആ വീഴ്ചകളുടെ പഴി കേന്ദ്ര സർക്കാരിന് മുകളിൽ കൊണ്ടുവയ്ക്കുന്ന പ്രചാരണവും പ്രതികരണവും സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. അതിന് വലിയ തിരിച്ചടിയാണ് അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ വയനാട് ദുരന്തമാണെങ്കിലും ആശാപ്രവർത്തകരുടെ സമരമാണെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അതിന്റെ പഴി കേന്ദ്ര സർക്കാരിന്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള പ്രതികരണം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും മന്ത്രിമാരും സ്വാഭാവികമായും നടത്തിവരികയാണ്. വിഷ്ണു.